ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ലൈറ്റും ഇട്ടിട്ട് ഡോറ് തുറക്കാൻ ചെല്ലിയിട്ട് വന്ന് അങ്ങനെ എത്ര ഒരു 6:30 മണിയായിനെത്ര ഡോറ് തുറന്നപ്പോൾ നല്ലൊരു അടിപൊളി കാഴ്ച. എന്ത് കാഴ്ച എന്നറിയോ? നമ്മ ഊട്ടി കൊടൈക്കനാലെല്ലാം പോയി എങ്ങനെ ഇരിക്കുന്നില്ലേ, ആ ഒരു ഈ സ്നോ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൊതിയായി ഒന്ന് നടക്കാം. അങ്ങനെ അത് നോക്കൽ എന്ത് മഞ്ഞല്ലേ, കാണുമ്പോൾ എന്നെ കൊതിയാണ്. ഞാൻ മഞ്ഞും ആസ്വദിച്ചിട്ട് വന്നിട്ടാകുമ്പോൾ ഉമ്മാൻ്റെ ഏകദേശം പണിയെല്ലാം കുഴക്ക മുറിച്ചിട്ടും ചോറടുപ്പത്ത് വെച്ചിട്ടും പാപ്പാക്ക് രാത്രിക്കുള്ള അപ്പത്തിനുള്ളതും പിന്നെ വാഷിംഗ് മെഷീനിൽ തുണി നനക്കാനിട്ടിട്ടും എല്ലാം കയ്യിൽ നനക്കുന്ന കുറച്ച് ഡ്രസ്സ് ഉണ്ടായി. അതിനെ കഥ വിചാരിച്ചിട്ട് ഞാനും വന്നു. അങ്ങനെ പിന്നെ ഞാൻ കഥാനും കീനി. അങ്ങനെ അത് കതിയിട്ടെല്ലായിട്ട് അതിനെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഓമ്പിയിട്ട് അതിനെ അയലും ഇട്ട് അങ്ങനെ ഓരോരോ തുണിപ്പായിട്ട് ഞാൻ അയലും ഇട്ട്. പിന്നെ നമുക്ക് രാവിലേക്ക് എന്ത് അപ്പാക്കണം വെച്ചിട്ട് എല്ലാ ഉമ്മമാർക്ക് ടെൻഷൻ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ തിന്ന് നല്ല മധുരയിട്ട ഗോതമ്പത്തിൻ്റെ കലത്തപ്പം. അപ്പോൾ ഗോതമ്പ് കല്ലിൽ അരക്കാനിട്ടിനി. അങ്ങനെ അത് ചെറുങ്ങായിട്ട് വരുമ്പോൾ തേങ്ങ ഇട്ട് എന്നിട്ടത് നന്നായിട്ട് അരിഞ്ഞിട്ട് വറുത്ത് അങ്ങനെ ഒരു അരിഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ ഒരു പിടി ഉപ്പും ഇട്ട് അതൊരു നല്ലതല്ലേ. പിന്നെ ബെല്ലം ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നാവോ, അപ്പോൾ നിങ്ങൾ അതും ഇട്ട് അങ്ങനെ പിന്നെ നമ്മൾ ഇതിൻ്റെ ഗോതമ്പിൻ്റെ മാവ് റെഡി. അങ്ങനെ പിന്നെ 2 തവയും ഗ്യാസിൽ കതിയിട്ട് വെച്ച് പിന്നെ അതിൻ്റെ ആ തണ്ണിയെല്ലാം ഒന്ന് ബറ്റിയിട്ട് വരണ്ട്. അങ്ങനെ അത് ബറ്റിയിട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തിട്ടായി. അങ്ങനെ അത് ബറ്റിയിട്ട് വരുമ്പോൾ കയ്യിലൊക്കെ എണ്ണ ഒഴിച്ച് ഒരു തവക്ക് വെച്ച് പിന്നെ ഒരു തവക്കും എണ്ണ ഒഴിച്ചിട്ട് കൊടുത്തു. പിന്നെ ആ ഒരു എണ്ണ ചൂടായിട്ട് വരണ്ടേ. അങ്ങനെ ആ എണ്ണ ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട് കാക്കുന്നു. അങ്ങനെ പിന്നെ അതിനെ എല്ലായിടത്തേക്കും ഒന്ന് തവന അങ്ങ് ഇങ്ങെല്ലാം എല്ലായിടത്തേക്ക് ആക്കിയിട്ട് കൊടുത്ത് എണ്ണ. അങ്ങനെ ഇത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾക്ക് നമ്മൾ എന്താക്കണമെന്നറിയോ, നമ്മൾ ഞാൻ മരച്ചിട്ട് വെച്ച ഇതിൻ്റെ മറ്റേ ഗോതമ്പത്തിൻ്റെ ഇതില്ലേ പിട്ട് മാവ്, അതിനെ തവക്കിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലൊരു ഷേപ്പിൽ വേണമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാണുമ്പോൾ തന്നെ ഒരു ചന്തം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അങ്ങനെ ഒന്ന് തടവി കൊടുക്കുക. പിന്നെ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ നല്ലൊരു തടയിട്ട് കൊടുക്കുന്നത്. ഇല്ല നമ്മൾ നോർമലി ഒഴിച്ച് ഒന്ന് തടവി കൊടുക്കുക, അങ്ങനെ ചെയ്യാം. പിന്നെ അത് മൂടിയിട്ടും വെച്ച് അങ്ങനെ പിന്നെ ഇപ്പുറത്തും നമ്മൾ തവ വെച്ചിട്ടേ അങ്ങനെ പിന്നെ അതിലേക്കും ഒഴിച്ച് അതിനെ അങ്ങനെ ഒന്ന് തടയിട്ട് കൊടുത്ത് അപ്പം അതിനെ നല്ല രീതിയിൽ തടയി. എനിക്കെന്തോ ഒരു ഇഷ്ടമാവും ഈ മധുരയിട്ട കലത്തപ്പം. അങ്ങനെ പിന്നെ ഇതിനെ ഇങ്ങനെ ഇതാക്കിയിട്ടായിട്ട് ഇതിലേക്ക് ഒരു അടുപ്പ് മൂടി വെച്ച് അങ്ങനെ നമ്മൾ അടുപ്പ് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം കൈയ്യട്ടാവോ. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഇതിനെ തിരിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ഇടാനുള്ളല്ലേ. മറിച്ചിട്ട് വേട്ടിട്ടായിട്ട് അത് ഇതായിട്ട് വരുമ്പോൾക്ക് നമ്മളിവിടെ അപ്പം റെഡി ആയിന്. അങ്ങനെ അടുത്ത അപ്പവും ബീത്തി. പിന്നെ നമുക്ക് ഈ അപ്പത്തിന് തന്നെ വീഡിയോ എടുത്താൽ മതിയാ, നമുക്ക് വേറെ എന്തെങ്കിലും ആക്കണ്ടേ. അങ്ങനെ പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾക്ക് ആ കടായി ചൂടായിട്ട് വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ ആ എണ്ണ ചൂടായി വരുമ്പോൾക്ക് നമ്മൾ ഒന്ന് കടു ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക. ആ കടു ഒന്ന് പൊട്ടിയിട്ട് വരട്ട്. ആ കടു പൊട്ടിയിട്ട് വരുമ്പോൾക്ക് നമ്മൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടായിട്ട് നമ്മൾ ഉള്ളി പിന്നെ നമ്മളെ പച്ചമുളകും കറിവേപ്പില ഇത് 3 ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വന്നാൽ പിന്നെ ഇതിലേക്ക് കുഴക്കാൻ ഇടുക. കുഴക്കാൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊരു ഇതായിട്ട് വരുമ്പോൾക്ക് നമുക്ക് ഇതിലേക്ക് ഉപ്പും ഇട്ടിട്ട് കൊടുക്കുക. ഉപ്പും ഇട്ടിട്ട് വീണ്ടും അതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കുഴക്കക്കറിക്ക് നമ്മൾ ഒരു തേങ്ങൻ്റെ ഒരു ഇതാക്കുന്ന ഒരു ചേരുവ. അപ്പോൾ അതിലേക്ക് ഒരു 2 പിടി ആരുടെ കയ്യിൽ 2 പിടി
തേങ്ങ ചേർച്ചതില്ലേ, ആ തേങ്ങയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ഇനി ഇത്ര ഇട്ടിട്ട് അരച്ചിട്ട് വരാം. ജ്യൂസ് മെഷീനിൽ അടിച്ചിട്ട് വന്നിട്ടായിട്ട് നമ്മതാ അപ്പോൾ അമ്പക്ക് ഈ കുഴക്ക നോക്കുമ്പോൾക്ക് ബന്ധിട്ട് വന്നിനാവോ. അങ്ങനെ അമ്പക്ക് നമ്മ അടിച്ചിട്ട് വെച്ച ഇതില്ലേ തേങ്ങയും മഞ്ഞപ്പൊടിയും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾക്ക് സമയം ആടെ 8 മണി. അങ്ങനെ പിന്നെ ഞാൻ ജനലെല്ലാം തുറന്നിട്ട് യൂണിഫോമിലേക്ക് ഇസ്തിരി ഒന്ന് ഇട്ടിട്ടേ. അങ്ങനെ പിന്നെ ഞാൻ യൂണിഫോമിലേക്ക് ബീം ഇസ്തിരി ഇടാനും കീനി. ഇങ്ങനെ ഇതാ പെട്ടെന്ന് യൂണിഫോമിലേക്ക് ഇസ്തിരി എല്ലാം ഇട്ട് പിന്നെ ഇതാ യൂണിഫോമിക്കെല്ലാം ഇസ്തിരി എല്ലാം ഇട്ടിട്ട് കഴിഞ്ഞ് അങ്ങനെ പിന്നെ കുളിച്ചിട്ട് റെഡി എല്ലാം ആകുമ്പോൾ 8:45. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.